സ്കിപ്പ് ചെയ്യല്ലേ. നിനക്ക് കേവലം 2 മിനിറ്റ് സമയം മാറ്റിവെക്കാൻ സാധിച്ചാൽ നിന്റെ ജീവിതത്തിലെ ഒരു ടേണിംഗ് പോയിന്റ് ആയിരിക്കും ഈ വീഡിയോ. നമ്മുടെ കൂട്ടത്തിൽ തന്നെ നിസ്കാരത്തെ നിസ്സാരമായി കണ്ട് നിസ്കാരം ഉപേക്ഷിക്കുന്ന ഒരുപാട് മനുഷ്യന്മാർ ജീവിക്കുന്നുണ്ട്. അവർക്കുള്ളതാണ് ഈ വീഡിയോ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, ഒരു മുസ്ലിമും കാഫിറിന്റെ ഇടയിലുള്ള വ്യത്യാസം എന്നുള്ളത് തന്നെ നിസ്കാരമാണ്. മുസ്ലിമായ ഒരുത്തൻ നിസ്കരിക്കും, കാഫിറായ ഒരുത്തൻ നിസ്കരിക്കൂല. അല്ലാഹു തആല അവന്റെ ഖുർആനിലൂടെ പറയുന്നത് ഫവൈലുൽ ലിൽ മുസല്ലീൻ, നിസ്കരിക്കുന്നവർക്കാണ് ഭയാനകമായ ശിക്ഷ. എങ്ങനെയുള്ളവർക്കാണ്? അല്ലദീനഹും അൻ സ്വലാത്തിഹിം സാഹൂൻ, അവർ നിസ്കാരത്തെ തൊട്ട് അശ്രദ്ധ കാണിക്കുന്നവർക്കാണ്. അശ്രദ്ധ കാണിക്കുന്നവർക്ക് അല്ലാഹു തആലയുടെ ഭയാനകമായ ശിക്ഷയുണ്ടെങ്കിൽ നിസ്കാരം ഉപേക്ഷിക്കുന്നവന്റെ അവസ്ഥ എന്തായിരിക്കും? നിങ്ങളൊന്ന് ജസ്റ്റ് ചിന്തിച്ചാൽ മതി. അതേപോലെ നാളെ അന്ത്യനാളിൽ ആദ്യം ചോദിക്കുന്നത് നിസ്കാരത്തെ പറ്റിയാണ്. അപ്പോ പടച്ച റബ്ബിനോട് നമുക്ക് മറുപടി പറയാൻ സാധിച്ചില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് നാം ആഖിറത്തിൽ വിജയിക്കുന്നത്? നിസ്കാരം ഉപേക്ഷിക്കുന്നവനെ പറ്റി കിതാബുകളിലൂടെ പറയുന്നുണ്ട്. ജഹന്നം എന്ന നരകത്തിൽ ലംലം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ടത്രേ. അവിടെ നിറച്ചും പാമ്പുകളാണ്. ആ പാമ്പിന്റെ സൈസ് എന്നുള്ളത് നാം 1 മാസം കൊണ്ട് നടന്നാൽ എവിടേക്ക് എത്തുവോ അത്രത്തോളം നീളമുള്ള പാമ്പാണത്രേ. ആ പാമ്പ് നിസ്കാരം ഉപേക്ഷിക്കുന്നവനിക്ക് കൊത്തും. അതിന്റെ വിഷം അവന്റെ ശരീരത്തിൽ 70 വർഷക്കാലം തിളച്ചു മറയും. അവസാനം അവന്റെ ശരീരം തുണ്ടമായി പോകുമത്രേ. എനിക്ക് നിങ്ങളോട് ഒരേ കാര്യമാണ് പറയാനുള്ളത്, നിങ്ങൾ നിസ്കാരത്തെ ഒരിക്കലും കൈവിടരുത്. നിസ്കാരം ഉപേക്ഷിക്കുന്ന ചങ്ങാതി നിങ്ങൾക്കുണ്ടെങ്കിൽ അവനിക്ക് ഇപ്പോൾ തന്നെ ഈ വീഡിയോ അയച്ചു കൊടുക്കുക.